വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ 9 പേരും അതിഥി തൊഴിലാളികളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവന്നു. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അനഘയുണ്ട് വിവരങ്ങളുമായി. അനഘ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അത് ഗ്രൗണ്ട് ലെവലിലുള്ള റിപ്പോർട്ടാണ്. 4 പേർ മരിച്ചു എന്നുള്ള ഒരു കണക്കാണ് പുറത്തു വന്നത്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നൽകുന്ന വിവരമനുസരിച്ച് 2 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 9 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. സൂപ്പർവൈസർ നൽകുന്ന വിവരമനുസരിച്ച് 18 പേരാണ് ഇന്ന് ജോലിക്ക് ഇറങ്ങിയത്. അതിൽ 2 മരണം, 9 പേർ ചികിത്സയിലുണ്ട്, അതായത് 11 പേർ. ബാക്കി 7 പേരെ കുറിച്ചാണ് വിവരമൊന്നും ഇല്ലാത്തത് എന്നാണ് ജനപ്രതിനിധികൾ നൽകുന്ന വിവരങ്ങൾ. അനഘ പറയൂ. നീലിമ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ പൂർണ്ണമായും തകർന്നുപോയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഈ ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസിയായിട്ടുള്ള ഒരു ദൃക്സാക്ഷി പറയുന്നത്. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 3 പേരോളം ആളുകൾ അവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുകൂടി ഈ ദൃക്സാക്ഷി പറയുന്നുണ്ട്. പക്ഷേ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണ് നമ്മളും ഈ വിവരം പുറത്തുവിടുന്നത്. ആ ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. ആ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മണ്ണ് മുഴുവനായി മൂടിയ സാഹചര്യം പോലുമുണ്ട്. അവിടെ നിന്നൊക്കെ മണ്ണ് മാറ്റാനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വലിയ ദുരന്തത്തിൽ പ്രദേശവാസികൾ കൂടി പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കരാർ കമ്പനി എഞ്ചിനീയർ ആയിട്ടുള്ള വിക്രം, അതേപോലെ സൂപ്പർവൈസർ രഞ്ജിത്തും, അതുപോലെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള സൂര്യ, ഇങ്ങനെ ആളുകൾ, രജനീഷ് എന്നിങ്ങനെ കരാർ കമ്പനി ജീവനക്കാരെ കാണാതായിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ കമ്പനി പുറത്ത് വിട്ടിരിക്കുന്നത്. മാത്രമല്ല കരാർ കമ്പനി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇന്ന് തൊഴിലാളികൾ ഈ തൊഴിലിടത്ത് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല ഈ പ്രദേശത്തുള്ള മണ്ണ് നീക്കുന്നതിലും കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ ചുറ്റുപാടിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ ആരെയും മാറ്റി മറ്റൊരിടത്തേക്ക്, സുരക്ഷിത സ്ഥാനത്തേക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ അപകടം നടന്ന സമയത്താണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്, ആളുകളെ ഈ പാടിയിൽ നിന്നടക്കം മാറ്റി പുറത്തേക്ക് എത്തിക്കുന്നതാണ്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് സംഭവ സ്ഥലത്തേക്ക് കെടാവർ നായ്ക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെടാവർ നായ്ക്കളെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ കെടാവർ നായ്ക്കളെ ഈ പാടിയടക്കം ഇത് ഇടിഞ്ഞു വീണ് ആ മണ്ണിനടിയിലുള്ള ആ സ്ഥലത്തേക്കായിരിക്കും ആദ്യം എത്തിക്കുക. അവിടെ എത്തിയതിനു ശേഷം ഈ മണ്ണിനടിയിൽ ജീവന്റെ തുടുപ്പോ മറ്റ് ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്നായിരിക്കും പരിശോധിക്കുക. പരിശോധനയിൽ കുറച്ചുകൂടി ആളുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തിരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ JCB ഉപയോഗിച്ച് ഈ സ്ഥലത്തെ മണ്ണ് പതിയെ നീക്കി മറ്റൊരു ലോറിയിലേക്ക് കയറ്റി ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മണ്ണ് നീക്കാൻ ഒരുപാട്, അതായത് ടൺ കണക്കിന് മണ്ണാണ് ഈ സംഭവ സ്ഥലത്ത് ഉള്ളത്. ആ മണ്ണൊക്കെ നീക്കിയിട്ട് വേണം ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നേരത്തെ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ആ ലോറി, ആ ടാങ്കർ ലോറി അടക്കം തെന്നി മാറുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുന്നത്. അതിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തുന്നത്. ആ മണ്ണ് മുഴുവൻ നീങ്ങി തൊട്ടടുത്തുള്ള പുഴയിലേക്ക്, ആ പാലം തകർത്തുകൊണ്ട് പുഴയിലേക്കാണ് വീഴുന്നത്. ഈ സമയത്ത് ആ ദൃശ്യങ്ങളിൽ തന്നെ നിരവധി ആളുകൾ ഈ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവർ ആ പുഴയിലേക്ക് വീണു പോകാനുള്ള സാധ്യതയും കൂടി ഈ അധികൃതർ പറയുന്നുണ്ട്. ഇപ്പോൾ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും പരിശോധനയും ഒക്കെയാണ് നടക്കുന്നത്. ഈ തുരങ്കം മുഴുവനായും ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ തുരങ്കത്തിന് മുകളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. ആ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് ആ തുരങ്കപാതയുടെ അടുത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൂടി രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെത്തിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരു ആശ്വാസകരം അത് മാത്രമാണ്. കൂടുതൽ ആളുകൾ, കൂടുതൽ പോലീസ് സേന, അതുപോലെ ഫയർഫോഴ്സിന്റെ കൂടുതൽ സംഘങ്ങൾ പ്രദേശത്തേക്ക്
എത്തിയിട്ടുണ്ട്. ഈ അവിടെ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗികമല്ല സ്ഥിരീകരിക്കാത്ത വിവരമനുസരിച്ച് മരണം 4 എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഒരു ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ രാവിലെ തന്നെ ഒരു മൃതദേഹം അവിടെ നിന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കാല് വേർപെട്ട നിലയിലായിരുന്നു. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് എത്തിച്ച ഉടൻ തന്നെ അയാൾ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവർ തന്നെ വ്യക്തമാക്കിയതാണ് നിരവധി ആളുകൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് തകർന്നു പോകുന്ന കൃത്യമായി വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഏതോ ഒരു തടസ്സം അവിടെ നിലനിൽക്കുന്നതായി തോന്നുന്നു. ഒരു ഏകോപന സംവിധാനത്തിന്റെ അപര്യാപ്തത വളരെ കൃത്യമായി പ്രകടമാകുന്നുണ്ട്. കാരണം ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒന്നും തന്നെ ജനപ്രതിനിധികൾക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ടോ, അതോ അവർ തുറന്നു പറയാത്ത സാഹചര്യമാണോ? കാരണം പ്രദേശവാസികൾ ആരും തന്നെ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം എന്നൊക്കെയാണ് ജനപ്രതിനിധികൾ പറയുന്നത്. പക്ഷേ ഇതാ ബസ് സ്റ്റോപ്പിന്റെ കാര്യം അനഘ പറഞ്ഞത് 10 മണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ആളുകൾ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുന്നതൊക്കെ ഒരു സമയമാണ്. ബസ് സ്റ്റോപ്പിൽ സ്വാഭാവികമായും അവിടെ ആളുണ്ടാവും. ആ സമയത്ത് ഒരു ബസിന്റെ സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആദ്യഘട്ടത്തൊക്കെ റിപ്പോർട്ടുകൾ വന്നതുമാണ്. ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ആളുണ്ടെങ്കിൽ അതൊന്നും ഇവർ കണക്കിലെടുത്തിട്ടില്ലേ? ആ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ലേ? ഒരു ഏകോപനമില്ലായ്മ അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? നീലിമ, നേരത്തെയൊക്കെ തന്നെ ഈ സംഭവ സ്ഥലത്ത് ഈ പ്രദേശത്ത് ജനപ്രതിനിധികൾ ആരും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ജനപ്രതിനിധികളൊക്കെ ആ ഭാഗത്തേക്ക് സംഭവ സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നത് പ്രദേശവാസികളാണ്. ഈ ദൃക്സാക്ഷികൾ പലരും ഈ പ്രദേശത്ത് താമസിക്കുന്നവർ തന്നെയാണ്. അവർ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രദേശവാസികളാണ് ആദ്യം പറഞ്ഞത്. അത് പിന്നീട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പ്രദേശവാസികളാണ് പറയുന്നത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഉണ്ടായിരുന്നു, ആ ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിനൊക്കെ അനുസരിച്ച് ഈ ദൃക്സാക്ഷികൾ പറയുന്നതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തുരങ്ക നിർമ്മാണം നടക്കുന്നതിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയായിരുന്നു ഈ കമ്പനി ജീവനക്കാരും മറ്റുമൊക്കെ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് എട്ടിയിരുന്ന 2 ഷെഡ് ഈ ഭാഗത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തായിരുന്നു. ഈ ഷെഡിനുള്ളിലുമായിരുന്നു ഈ കമ്പനിയിലെ ജീവനക്കാരായിട്ടുള്ള സൂപ്പർവൈസറും മാനേജറും ഒക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ ആ ഷെഡിനുള്ളിൽ കുടുങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഷെഡ് മുഴുവനായും മണ്ണിടിഞ്ഞ് തകർന്നു വീഴുന്ന സാഹചര്യമാണല്ലോ. അവിടെയൊക്കെയുള്ള മണ്ണ് ഇപ്പോൾ നീക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. രാവിലെ തുടങ്ങിയ 10 മണിക്കാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ ശക്തമായ കൂടുതൽ വിവരങ്ങൾ ഒന്ന് എടുത്തു വെക്കുക. വയനാട് ദുരന്തം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമാണ് ഉണ്ടായത്. തുരങ്ക നിർമ്മാണവുമായി മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. I think now it is perfectly under the control of the state government. If they need more forces, expertise, then they will definitely ask for it. And it is always there, assured. It's not service or help. It's a responsibility. അല്ല ഇനി അങ്ങോട്ട് ഇതിന്റെ കാഠിന്യം ഏറും. സ്പോട്ടിൽ ഉണ്ടാവാവുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടാവാവുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഒരു മുൻകരുതലും ഒക്കെ ഉണ്ടാവും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ ദുരന്തത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പ് വരുത്തുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മറ്റു വിവരങ്ങൾ? മാത്രമല്ല ഇത് ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികളൊക്കെ കൃത്യമായിട്ട് തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. വീഴ്ച ഉണ്ടെങ്കിൽ ഇത്
സർക്കാർ നടപടി എടുക്കണം. അതുപോലെ തന്നെ ഈ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന സമയത്ത് അത് ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പാലക്കാട് എത്തിയ സമയത്താണ് കേന്ദ്രമന്ത്രി ഈ വയനാട്ടിലെ അപകടവുമായി ബന്ധപ്പെട്ട് വിഷയം കൃത്യമായിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ശരി അരുൺ, അനഘയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. അനഘ, എന്താണ് നിലവിലെ സ്ഥിതി? ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ് പുരോഗമിക്കുന്നത്? നീലിമ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളതൊരു ഗോൾഡൻ ഹവറാണ്. ഈ നിമിഷം ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തിക്കൂടാ. അത് ആ ജീവന് ഭീഷണിയാകും. ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അത് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെടാവർ നായ്ക്കളെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് ആ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ കോൺക്രീറ്റ് പാളികൾ നീക്കിയും പരിശോധനകൾ നടത്തുന്നുണ്ട്. നേരത്തെ കോൺക്രീറ്റ് പാളികൾ നീക്കി പരിശോധന നടത്തിയിരുന്നു. അതിനടിയിൽ നിന്നൊന്നും തന്നെ ജീവന്റെ സാന്നിധ്യമോ ഒന്നും മറ്റാരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഈ സമയത്ത് പോലും ഈ JCB അടക്കം ഈ അപകടം നടന്ന എക്സാക്ട് പ്ലേസിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പാലത്തിന് മുകളിലുള്ള മണ്ണ് നീക്കം ചെയ്ത് JCB അടക്കം മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി ആ ഭാഗത്ത് അപകടം നടന്ന ആ സ്പോട്ടിൽ നിന്ന് ആളുകളുടെ അവിടെയാണ് ഈ CCTV ദൃശ്യങ്ങളിലടക്കം ആളുകൾ കുടുങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്ത് വരുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയാണ് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടത്. അതിന് മണ്ണ് നീക്കൽ പ്രക്രിയകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ജീവന്റെ ഒരു സാന്നിധ്യം, ഒരു തുടുപ്പുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തിരിച്ചെത്തിച്ച് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ മണിക്കൂറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിക്കാണ് ആദ്യം ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഒറ്റ നിമിഷങ്ങൾക്കകം തന്നെ രണ്ടാമത്തെ മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു. ആളുകൾ ഇതിനടിയിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഈ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുള്ളത് ഈ കമ്പനി നിർമ്മാണ ജോലികളും അതുപോലെ കമ്പനി അധികൃതരും ഒക്കെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ടെന്റ് ഉണ്ടായിരുന്നു. ഈ ടെന്റിന് അടുത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലെ ആളുകൾ എത്തി അവിടെയുള്ള മണ്ണും കല്ലും ഒക്കെ മാറ്റിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ മണിക്കൂറുകളിൽ പോലും ആരെയും രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ആശയക്കുഴപ്പം, വലിയൊരു ആശങ്ക ഇപ്പോഴും മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇപ്പോഴും ഒരു ആശ്വാസം എന്ന് പറയുന്നത്, നേരത്തെ ആദ്യം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത്ഭുതകരമായി ഒരു 4-5 പേർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത് മാത്രമാണ് ഇപ്പോഴുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്നുള്ളതാണ്. മറ്റ് ഒരു കാര്യവും പുറത്തു വരുന്നില്ല. കാരണം ഈ പാലം തകർന്ന് ഈ പാലത്തിന് താഴേക്ക് ഈ മണ്ണ് പതിക്കുന്ന സാഹചര്യമുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ഓടി മാറുന്ന ആളുകൾ ഒരുപക്ഷെ ഈ പാലത്ത് നിന്ന് ഈ മണ്ണിനോട് ചേർന്ന് ഈ പുഴയിലേക്ക് പതിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ പുഴയിലെ കുത്തിയൊലിക്കുന്ന പുഴയുണ്ട്. ഈ പുഴയിൽ നിന്ന് വെള്ളം മാറ്റണം, മണ്ണ് മാറ്റണം, അങ്ങനെ കടമ്പകൾ ഏറെയുണ്ട്. ആ സമയത്ത് കുത്തിയൊലിച്ച് വന്ന ആ ബസ്, തൊഴിലാളികളെ കൊണ്ടുവന്ന ബസ് ആ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. ആ പ്രാഥമികമായി ബസ്സിൽ ആരുമില്ല എന്ന് രക്ഷാപ്രവർത്തകർ നേരത്തെ എന്തായാലും ഇപ്പോൾ 4 മണിയാകാൻ പോകുകയാണ്. ഇതുവരെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ആ മണ്ണിനടിയിൽ എത്ര പേർ ഉണ്ട് എന്നുള്ള നിശ്ചയം പോലുമില്ല. ഏതായാലും ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥ വയനാട്ടിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. അതിനിടെ വയനാട് മണ്ണിടിച്ചിലിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ. ജൂലൈ 1 മുതൽ മിതമായ മഴയാണ് വയനാട്ടിൽ പെയ്തിട്ടുള്ളത്. 59% കുറവ് മഴയാണ് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം വയനാട്ടിൽ ലഭിച്ചതെന്നും നിത കെ ഗോപാൽ ജനം ടിവിയോട് പറഞ്ഞു. നമ്മുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ന്യൂനമർദ്ദപ്പാത്തി, അത് വടക്കൻ കേരളം വരെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലേക്കാണ് നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തിരുന്നത്. അതിന് തെക്കോട്ടുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു ഓഫ്ഷോർ ട്രഫ് അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദപ്പാത്തി, തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ന്യൂനമർദ്ദപ്പാത്തി ഇന്ന് സെൻട്രൽ കേരള വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വിൻഡ് സ്പീഡ്, നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അവിടെ മഴ പെയ്തിട്ടുണ്ടെന്നുള്ളൊരു എവിഡൻസ് കൂടി ഉണ്ടല്ലോ നമുക്ക്.